1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിന്റെ കണ്ടിന്യൂഷൻ. ഒരായുസ് മുഴുവൻ ദരിദ്രനായി ജീവിച്ച് മരിച്ച് അബ്രഹാമിന്റെ വടിയെന്ന് വിശേഷിപ്പിക്കുന്ന സ്വത്രം ആ സന്തോഷകരമായ അവസ്ഥയിലേക്ക് അവൻ പ്രവേശിച്ചു, ദൈവസന്നിധിയിലേക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അതിനെക്കുറിച്ച് ആ വാക്യത്തെ കയറി പിടിക്കാൻ നിൽക്കണ്ട. ചിലർക്ക് അങ്ങനെ ആ വാക്യത്തെ കയറി പിടിച്ച് ബഹളം ഉണ്ടാക്കുന്നത്. അബ്രഹാമിന്റെ മടിയെന്ന് വിശേഷിപ്പിക്കുന്നത് സ്വർഗീയ പർദീസ എന്ന് പഠിച്ചാൽ മതി. അവിടെ സന്തോഷിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പഴയ നിയമ യഹൂദന്മാർ പിതാവ് അല്ല അബ്രഹാമിനെ വളരെ ശ്രേഷ്ഠനായിട്ട് കണ്ട ആളാണ്. അബ്രഹാം ദൈവത്തെ കണ്ടിട്ടുണ്ട്, ദൈവത്തെ അറിഞ്ഞു. നീ ഏതാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്നൊക്കെ യേശുവിനോട് പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പോൾ അവൻ ഒരായുസ് മുഴുവൻ ദരിദ്രനായി ജീവിച്ചു, മുറിവേറ്റവനായി ജീവിച്ചു, രോഗിയായി ജീവിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ മഹാസന്തോഷത്തിലേക്ക് പ്രവേശിച്ചു. ഒരായുസ് മുഴുവൻ ധനാഢ്യനായി ജീവിച്ചു. ഏത് വേണമെങ്കിലും തിന്നാം, ഏത് വേണമെങ്കിലും കുടിക്കാം, ഏത് വേണമെങ്കിലും ഉടുക്കാം, എല്ലാവിധ സുഖ സൗകര്യങ്ങൾ അനുഭവിച്ച് ജീവിക്കാം. ഭാഗ്യം സിദ്ധിച്ചവനാണ്. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ യാതനാ സ്ഥലത്ത് കിടന്ന് അയ്യം വിളിക്കുന്ന ധനവാനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ധനവാന്മാരോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ പെന്തക്കോസ്ത് സമൂഹം വചനത്തിലൂടെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം, ധനം നിമിത്തം ഹൃദയത്തിൽ ഗർവുണ്ടാകും, അഹങ്കാരമുണ്ടാകും. അത് നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ലോകത്തിന്റെ ഭൗതികത്തിന്റെ പിറകെ ഓടി അവസാനം നടക്കാനും ഇരിക്കാനും പറ്റാത്തൊരവസ്ഥയിൽ പാങ്കട കിടന്നുകൊണ്ട് യേശുവേ യേശുവേ എന്നോട് കരുണ കാണിക്കണേ എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥവും ഇല്ല കേട്ടോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ആരോഗ്യം ബലമൊക്കെ ഉള്ളപ്പോൾ തന്നെ കർത്താവിനെ വിളിക്കുകയും കർത്താവിനെ സേവിക്കുകയും കർത്താവിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കുകയും കർത്താവിൻ്റെ വചനങ്ങൾക്ക് ചെവി കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ അവസാനം നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. ഇത് നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് ജീവിച്ച് നമ്മൾ നശിച്ചു പോകരുതേ. ഈ ആയുസ്സിൽ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഭക്തന്മാർ അങ്ങനെയല്ലേ പറയുന്നത്? എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. ദാവീദ് പറയും, എനിക്ക് കർത്താവിനെ കൂടാതൊരു ജീവിതം ഇല്ലെന്ന് ഭക്തന്മാർ പറയും. എനിക്ക് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവും മരിക്കുന്നെങ്കിൽ ലാഭമെന്ന് പൗലൂസ് പറയുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് ഇരിപ്പാൻ ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ എന്ന് പൗലൂസ് പറയുന്നു. കൂടാരമായ ഭൗമഭവനം അടിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യദാനമായ ഒരു കെട്ടിട സ്വർഗത്തിലുണ്ടെന്ന് പൗലൂസ് പറയുന്നു. കർത്താവിൻ്റെ ദാസന്മാർ പറയുന്നു, ശിഷ്യന്മാർ പറയുന്നു. അതുപോലെ ഈ ആയുസ്സിൽ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെ ഭൗതികമൊന്നും കിട്ടിയില്ലേലും, സുഖസൗകര്യങ്ങൾ കിട്ടിയില്ലേലും, പാർക്കാൻ വീട് കിട്ടിയില്ലേലും, തിന്നാൻ ഭക്ഷണം കിട്ടിയില്ലേലും കർത്താവിനെ വിട്ടുകളയല്ലേ, കർത്താവിൻ്റെ പ്രമാണം വിട്ടുകളയല്ലേ. അപ്പം തന്നെ എനിക്ക് മറുവശം പറയാനുണ്ട്. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കയില്ല. നീതിമാന്റെ സന്തതി അപ്പം വരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ നേരോടെ നടക്കുന്നെങ്കിൽ നിന്റെ നന്മയ്ക്ക് ഒരു മുടക്കവും വരിയില്ല. ഈ വളഞ്ഞ പൊളഞ്ഞ വഴിയൊക്കെ നിർത്തണം. കള്ളം പറയുന്നതും പൊള്ളത്തരം പറയുന്നതൊക്കെ എന്ത് ചെയ്യണം? അഹങ്കാരത്തിൻ്റെ വാക്കുകളൊക്കെ പറയുന്നത് എന്ത് ചെയ്യണം? നിർത്തണം. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖമേറ്റുകൊണ്ട് എന്നോട് കർത്താവ് സൗമ്യതയുള്ളവനായി താഴ്മയുള്ളവനായിരുന്നു. അതുപോലെ നാമും സൗമ്യതയും താഴ്മയുള്ളവരായിരിക്കണം. കർത്താവിൻ്റെ മുഖമേറ്റുകൊണ്ട് കർത്താവിനോട് പഠിക്കണം. കർത്താവിൻ്റെ ഉപദേശത്തിൻ്റെ മുഖം നമ്മൾ വഹിക്കണം. അതെ, ഈ മുഖത്തിന് കീഴിൽ കിട്ടുന്നത് 2 കാളകളെയാണ്. ഒന്ന് നാമം, ഒന്ന് കർത്താവ്. അങ്ങനെ ഒരു പഠനമുണ്ട്. കർത്താവിനെ കാളയാക്കുകയല്ല അവിടെ.
ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ നടക്കുക. അതായത് കൂടെ നടന്ന് ആ കർത്താവിൻ്റെ സ്വഭാവം ഒപ്പിയെടുക്കുക, കർത്താവിൻ്റെ ഭാവം ഒപ്പിയെടുക്കുക, കർത്താവിൻ്റെ മനസ്സ് ഒപ്പിയെടുക്കുക, കർത്താവിനെ പോലെ ആയിത്തീരുക, കർത്താവിൻ്റെ സ്നേഹത്തിൽ വളരുക. കൊരിന്ത് സഭയ്ക്ക് ലഭിച്ചത് അതല്ലേ? തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി, പൗലൂസിൻ്റെ പക്ഷം, കേഫാ പക്ഷം, അപ്പലോസ് പക്ഷം എന്ന് പറഞ്ഞ് തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി പക്ഷം പിടിച്ച് നടന്നവരെ ഇന്നത്തെ പല ബന്ധുക്കൂസാരെയും പോലെ പാപം ചെയ്ത് നടന്ന ഒരുത്തനെ, അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ട് ഒരുത്തനെ ഉപദേശം കൊണ്ട് തല്ലി 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 അവരെ വളർത്തി 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 ഉപദേശത്തിൻ്റെ വടി കൊണ്ട് പാസ്റ്റർമാർ അവരെ വളർത്തി. പൗലൂസ് പാസ്റ്റർ, പത്രോസ് പാസ്റ്റർ, യോഹന്നാൻ പാസ്റ്റർ, അപ്പോസ്തലന്മാരുടെ അവരുടെ പാസ്റ്റർമാരുടെ ഒരു വലിയ നിര, തിമോഥെയോസും തീത്തോസും ഫിലെമോനും എല്ലാവരും പോയി ഉപദേശം പ്രസംഗിച്ച് അവരെ വളർത്തി 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 അവരാരാക്കി മാറ്റി? അപ്പോസ്തലന്മാരെ പോലെ അവരുടെ ജീവിതമായി, ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി. ഇന്നോ സങ്കീർത്തനം പഠിപ്പിച്ച് പ്രതികാരദാഹികളാക്കി കോടതി കയറ്റുന്ന പാസ്റ്റർമാരെ ആ നീചമായ പ്രവൃത്തി ഇനിയെങ്കിലും നിർത്തുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, നീ രണ്ടടിയുള്ള മതിൽ ചാടിയാൽ നീ നടത്തപ്പെടുന്ന വിശ്വാസി 4 അടിയുള്ള മതിൽ ചാടും. മനസ്സിലായോ? നമ്മുടെ ചിത്രമാണ് നമ്മുടെ വിശ്വാസികൾ. അങ്ങോട്ടൊക്കെ വന്നിട്ട് ഈ വചനം കേട്ടിട്ട് അനുസരിക്കാതെ പോയാൽ പറഞ്ഞെങ്കിൽ ഇവിടെ പോണേ കൊണ്ട് കുഞ്ഞ് എവിടെയെങ്കിലും പോയി വരും കേൾക്കാം. ഇവിടെ വരണം, ഇങ്ങോട്ട് വരണ്ട. ഇവിടെ വന്നാൽ ഇതൊക്കെ കേട്ട് അനുസരിക്കാൻ പറ്റി വന്നാൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. അതൊക്കെ കട്ടൻട്രിയായിട്ട് നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഞങ്ങളോടൊപ്പം വന്നാൽ ഈ വചനം കേട്ട് അനുസരിച്ച് ജീവിച്ച് അക്കരെ പോകാനായിട്ട് ഒരുങ്ങണം. ഇവിടെ വന്ന് കിടന്ന് ഭൗതികത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും പിന്നെ ലോകപ്രകാരമുള്ള പോക്കൊന്നും അനുവദനീയമല്ല. കാരണം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെച്ച് നശിച്ചു പോകരുത്, അരിഷ്ടന്മാരായി തീരരുത് എന്ന് കൈകൂപ്പി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുക. 20-ാം വാക്യത്തിലേക്ക് വരുന്നു. എന്നാൽ ക്രിസ്തു നിദ്ര കൊണ്ടവരിൽ ആദ്യഫലമായി മരിച്ചവിടെ ഇരുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മനുഷ്യൻ മൂലം മരണം ഉണ്ടാകിയാൽ മരിച്ചവരുടെ പുനരുത്ഥാനവും മനുഷ്യൻ മൂലം ഉണ്ടായി. ഇത് കർത്താവിനെ കുറിച്ച് പറയുക. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. ഉണ്ടോ? ആദാമിൽ എല്ലാവരും ചത്തൊടുങ്ങുക, അതുപോലെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ ജീവിക്കപ്പെടും. യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ ജീവിപ്പിക്കുന്നതാണ്. ഓരോരുത്തൻ താന്താനും നിലയിലെത്രേ. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കിൽ പിന്നെ അവസാനം. അടുത്ത വാക്യം വായിച്ച് 24-ാം വാക്യം. ആ ആ ആമേൻ. അടുത്ത ആ ഉണ്ടല്ലോ. സ്പഷ്ടം. കീഴ്പ്പെട്ട് വന്ന ശേഷം മതി. ഈ വേദഭാഗം ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങളെ ദൈവവചനം പഠിപ്പിച്ച പിതാക്കന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ ഇത് ശക്തിയോടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നു. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ദൗത്യം ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുക. പൗലോസ് അത് ആത്മാവിൽ പറഞ്ഞിരിക്കുക. ഇത് നമ്മളൊന്ന് മനസ്സിലാക്കി. ഇന്നത്തെ പെന്തക്കോസ്തുകാരൊന്ന് മനസ്സിലാക്കണേ. യേശു ദൈവപുത്രനല്ലെന്നും ദൈവമല്ലെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഇതൊന്ന് കേട്ട് പഠിച്ചോണേ. എനിക്ക് വലിയ അറിവൊന്നുമുള്ളതല്ല. ഞാൻ വചനം പറയുന്ന ആളാണ്. ഞാൻ അറിവിൽ നിന്നെടുത്ത് പറയാൻ താല്പര്യമില്ല. വചനം മാത്രം പറയുന്ന ആളാണ്. അന്ന് അവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുക. അവൻ സകല ശത്രുക്കളെയും കാൽ കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലവും കീഴാക്കി കൊടുത്തവൻ ഒഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവും ആകേണ്ടതിന് പുത്രൻ താനും സകലവും തനിക്ക് കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ഈ വചനം ഞങ്ങളുടെ ദൈവവൃത്തിൻ പ്രസംഗിച്ച് ഞങ്ങളെ പഠിപ്പിച്ചപ്പോൾ ഞങ്ങൾ സംശയം അങ്ങോട്ട് ചോദിച്ചു, ഇതെന്താ ഈ വാക്യത്തിൻ്റെ അർത്ഥം?
അദ്ദേഹം വളരെ ബ്രീഫായിട്ട് പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യം. യേശുക്രിസ്തുവിന് ഈ ഭൂമിയിൽ ഒരു ദൗത്യമുണ്ട്. എന്താണ് ആ ദൗത്യം? നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുക. വീണ്ടെടുത്ത് കഴിഞ്ഞതിന് ശേഷം ലോകത്തുള്ള സകല ശത്രുക്കളെയും കീഴടക്കുന്നത് വരെ കർത്താവ് ഈ ഭൂമിയിൽ വാഴും. അത് കഴിഞ്ഞിട്ട് പുതിയ ആകാശം പുതിയ ഭൂമിയിൽ വന്നു കഴിഞ്ഞ് ഒരു ദൈവം, ഏക ദൈവം, കർത്താവ് പിതാവിൽ നിന്ന് പുറപ്പെട്ടു വന്നു. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ആ പുറപ്പെട്ടു വന്ന കർത്താവ് തൻ്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം ആ പിതാവിലേക്ക് അങ്ങ് ലയിക്കുക. എനിക്ക് പറഞ്ഞു തന്നതാണ് കേട്ടോ ഞാൻ പറയുന്നത്, അല്ലാതെ എൻ്റെ ഊഹാപോഹമൊന്നുമല്ല. കർത്താവിൻ്റെ ശുശ്രൂഷ തികച്ചതിന് ശേഷം കർത്താവ് പിതാവിലേക്ക് ചേരുക. പിതാവും പുത്രനും ഒന്നെന്ന് കർത്താവ് എന്ന് പറഞ്ഞല്ലോ. ഞാനും എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നത്രേ. അപ്പോൾ ദൈവം മനുഷ്യനായി വന്നു. എന്തിനാ? നഷ്ടപ്പെട്ട മനുഷ്യൻ വീണ്ടെടുക്കാൻ. വീണ്ടെടുപ്പ് സാധിച്ച് കാര്യങ്ങളെല്ലാം പര്യവസാനിപ്പിച്ചതിന് ശേഷം പിതാവിലേക്ക് ദൈവം എന്ത് ചെയ്യുന്നു? കർത്താവിലേക്ക്. അപ്പൊ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, ദൈവത്തിലേക്ക് ലയിക്കും. അതാ ഇവിടെ പറയുന്ന ഈ വാക്യങ്ങൾ. അന്നവൻ സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കും. അവൻ സകലത്തെയും സകല ശത്രുക്കളെയും കാൽ കീഴാക്കോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ട് വന്ന ശേഷം എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവന് ഒഴികെ എന്ന് സ്പഷ്ടം. എന്നാൽ അവന് സകലവും കീഴ്പ്പെട്ട് വന്ന ശേഷം ദൈവം സകലത്തിലും സകലവുമാകേണ്ടതിന് പുത്രൻ താനും സകലവും കീഴാക്കി കൊടുത്തവന് കീഴ്പ്പെട്ടിരിക്കും. ജോൺ 10:16 വായിച്ചേ. സഖറിയാവ് 14:19 കൂടി വായിക്കണം. ഉണ്ട്, നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. സൂത്രം വായിച്ചോ. 10:16. ഒരാട്ടിൻ കൂട്ടവും ഒരു ഇടയനുമാകും. മതി. ഒന്നുകൂടി ആ വാക്യം വായിച്ചേ മോനെ മറിയ. വായിക്കേ. സ്തോത്രം. നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻ കൂട്ടവും ഒരു ഇടയനുമാകും. കർത്താവ് പറഞ്ഞ പ്രാവചനിക വചനമാണ്. ശ്രദ്ധിച്ചു കേൾക്ക്. സഖറിയാവ് 14:9 വാക്യം കൂടി ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചേ. യഹോവ സർവഭൂമിക്കും രാജാവായിരിക്കും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കും. തൃത്വം അവിടെ തീരുന്നു. ഏകദൈവം. ഇതൊരു മർമ്മമാണ്. ഇതൊരു മർമ്മമാണ്. അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നൊരു വേദഭാഗം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്തിട്ട് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഇതൊക്കെ വലിയ വിവാദ വിഷയങ്ങളാണ്. തർക്കിക്കാനും വാദിക്കാനൊന്നും ഞാനാണില്ല. ഈ വചനം പറഞ്ഞിട്ട് മാറിയിരുന്ന് പ്രാർത്ഥിക്കാനാണ് എനിക്ക് പ്രേരണ. തർക്കവും വാദവും ദൈവസഭയ്ക്കില്ല. കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കാം. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിപ്പാൻ ഇച്ഛിക്കുന്നു എന്ന് സ്തോത്രം. എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. അപ്പൊ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകപൂർണ്ണയുടെ സമ്പത്ത, അത് ദൈവവചനത്തിലൂടെ പ്രാപിച്ചെടുക്കുക. ഹല്ലേലൂയ. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വേദഭാഗമാണ്. ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനം, വിവേകപൂർണ്ണയുടെ സമ്പത്ത്. അന്നൊരിടയനും ഒരു കൂട്ടം ആടുമായി തീരും. സ്തോത്രം. സഖറിയാപ്രവചനം 14:9 ജോൺ 10:16 കൂടി ഈ ബുക്കിൽ ഡയറിയിൽ എഴുതിയിട്ട് പഠിക്കുക. എന്നിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20 മുതൽ
28 വരെയുള്ള വാക്യം കൂടി വായിച്ച് ഈ വിഷയം പഠിച്ച് മനസ്സിലാക്കുക. വചനത്തെ വചനം കൊണ്ട് പഠിക്കുക. വല്ലയിടത്തും വല്ലവരും പറയുന്നത് കേൾക്കാതെ. ഈ കമൻട്രി എന്ന് പറഞ്ഞ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളാണ്. അത് തോന്നിയ പോലെയൊക്കെ എഴുതി വെക്കുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കും. വചനത്തെ വചനം കൊണ്ട് പഠിക്കുക, അതാണ് ശരിയായ പഠനം. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായവൻ അപ്പോസ്തലന്മാർ മുഖാന്തരം തന്ന കൽപ്പന, കർത്താവും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും കൂടി പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ ചേർത്ത് വെച്ച് പഠിക്കുമ്പോൾ ഇത് കിട്ടി. ഇപ്പം നമ്മൾ അങ്ങനെയാണല്ലോ പഠിച്ചത്. സഖറിയാ പ്രവാചകന്റെ വചനവും യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ വാക്യവും ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് പഠിക്കുക. ഇനി ഞാൻ ആ ഭാഗം കൊണ്ട് വിടുക. ഹല്ലേലൂയ. എല്ലാ ഭാഗവും 1 കൊരിന്ത്യർ 5 എല്ലാ ഭാഗവും പഠിക്കാനും ധ്യാനിക്കാനും നമ്മുടെ മുമ്പിൽ സമയമില്ല. ഞാനതിന് മെനക്കെടുന്നുമില്ല. അതിലെ പ്രധാന വിഷയങ്ങൾ മാത്രം. അതിൻ്റെ 31 വാക്യം ഒന്ന് വായിച്ചു. 15:31. ഞാൻ ദിവസേന മരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഐ ഡൈ ഡെയിലി. ദിവസേന മരിക്കുക. പൗലോസ് ദിവസേന മരിച്ചുകൊണ്ടിരിക്കുക. സുവിശേഷ നിമിത്തം മരണത്തെ അഭിമുഖമായി കാണുന്ന പൗലോസ്. അഗബാസ് എന്ന പ്രവാചകൻ പറഞ്ഞു, നിന്നെ ഈ കച്ച കെട്ടുന്ന പോലെ കെട്ടു എന്ന് പറഞ്ഞു. പൗലോസ് എന്താ പറഞ്ഞു? സഹോദരന്മാരെ, നിങ്ങൾ എന്നെ ബുദ്ധിമുട്ടുണ്ടാക്കല്ലേ, എൻ്റെ ഹൃദയത്തെ വ്യസനിപ്പിക്കല്ലേ. ഞാൻ യേശു ക്രിസ്തുവിന് വേണ്ടി മരിക്കാനും ഒരുങ്ങിയിരിക്കുന്നു. ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു, മരിക്കുന്നെങ്കിൽ ലാഭം. പൗലോസ് ക്രിസ്തു ജീവിച്ചു. ഗലാത്യർ 2:20 ഒന്ന് വായിച്ചേ. ഗലാത്യർ 2:20. വളരെ വിലപ്പെട്ട വേദഭാഗങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. 2:20. ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്ന ഞാനല്ല. പൗലോസിനോടുകൂടി യേശുക്രിസ്തുവിനോടുകൂടി പൗലോസും ക്രൂശിക്കപ്പെട്ടു. യേശുക്രിസ്തു മരിച്ചതുപോലെ പൗലോസും മരിച്ചു. പൗലോസിന്റെ ജഡം മരിച്ചു. അവൻ ആത്മാവിൽ ജീവിക്കുക. ദൈവങ്ങളേത് മനസ്സിലാക്കണം അതിന്റെ സത്യം. ഇപ്പൊ നമ്മളങ്ങ് ജീവിക്കുക നമ്മളിൽ തന്നെ. ഈ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? സ്നാനത്തോടുകൂടി നമ്മൾ മരിക്കുകയാണ്, അടക്കപ്പെടുകയാണ്, കുഴിച്ചിടപ്പെടുകയാണ്. പാസ്റ്റർമാർ ഇതൊന്നും പഠിപ്പിക്കത്തില്ല ആരെയും. അവർക്ക് മുക്കി വെള്ളത്തിൽ കൊണ്ടേ മുക്കി രജിസ്റ്ററിൽ പേര് ചേർത്ത് അവർക്ക് ആള് കളിക്കണം. അതാ ഇന്ന് പാസ്റ്റർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഒരു വകുപ്പിൽപ്പെട്ട ഒരു കുഞ്ഞിനെ സ്നാനപ്പെടുത്താനായിട്ട് ഒരുങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, സ്നാനപ്പെടുത്തരുത്. അപ്പം എന്നോട് ചോദിച്ചു, ആ കൊച്ചിൻ്റെ ഭർത്താവ് ചോദിച്ചു, സ്നാനപ്പെടരുത്. അതെന്താ സ്നാനപ്പെടുന്നത് പറയുന്നത്? അവൾ മരിച്ചിട്ടില്ല, അവൾ വീണ്ടും ജന്മം പ്രാപിച്ചിട്ടില്ല, അവൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇനി എവരും ബോധമൊന്നും ഇല്ലാത്തവന് അവൻ എന്ത് ചെയ്യുക? അതുകൊണ്ട് ആ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ സ്നാനപ്പെടുത്തരുത്. പാസ്റ്റർ പോകാനായിട്ടിരിക്കുക, ട്രാൻസ്ഫറായി പോകാനിരിക്കുക. ഒരു പേര് കൂടി രജിസ്റ്റർ ബുക്കിൽ കയറ്റി പേരെടുക്കാനായിട്ട് പാസ്റ്റർ കളിക്കുക. ഒരു പ്രായമുള്ള പാസ്റ്റർ. ഇത്ര ബോധമില്ലാത്ത ഒരു പാസ്റ്ററായി പോയല്ലോ എന്ന് ഓർത്ത് ഞാൻ സങ്കടപ്പെടുക. ഇന്ന് ഒട്ടുമുക്കാലും അങ്ങനെ പാസ്റ്റർമാർക്ക് തുമ്പും വെളിവില്ലാത്തവരായി മാറിയിരിക്കുക. അവരെ ദൈവം ആക്കി വെച്ചിട്ടില്ല, അവരെ സംഘടനയാക്കി വെച്ചിരിക്കുക. ദൈവം ആക്കി വെച്ചവൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കും, വചനം അനുസരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദൈവമാക്കി വെച്ചു, സംഘടനയാക്കി വെച്ചു, സ്വയം കയറിയാകുക. ഇതാണ് ഇന്ന് പാസ്റ്റർമാരുടെ മൂന്ന് പഠനങ്ങൾ. അതിൽ 2 തകർത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുക. ദൈവമാക്കി വെച്ചൊരു കുറവാണ്. അവർ ദൈവവചനം പറഞ്ഞ് മരിക്കാനിരിക്കുക. അവർക്ക് പിന്നെ മുമ്പോട്ട് പുറകോട്ട് നോക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഞാൻ ദിവസേന മരിക്കുന്നു എന്ന് പറഞ്ഞാൽ മരണത്തെ മുഖാമുഖമായി കണ്ടുകൊണ്ടാണ് പൗലോസ് പോയത്. ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു. സ്നാനമെന്നുള്ള പ്രക്രിയ തന്നെ ഒരു കർമ്മമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ആത്മീയ അർത്ഥം ക്രിസ്തുവിനോടുകൂടി മരിക്കുന്നു, അടക്കപ്പെടുന്നു, കുടിച്ചിടുന്നു. വെള്ളത്തിന് പൊങ്ങി വരുമ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേറ്റ് വരുന്നു. പഴയതെല്ലാം കഴിഞ്ഞു. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. പഴയത് മുഴുവൻ കഴിഞ്ഞു. കണ്ടാലും സകലതും പുതുതായി തീർന്നിരിക്കുന്നു.
ഇതൊക്കെ ആരാ മനസ്സിലാക്കുന്നത്? ഇതൊക്കെ ആരാ ആ നിലയിൽ പഠിപ്പിക്കുന്നേ? പണ്ടാറിന് പറഞ്ഞ പോലെ ചവപ്പെട്ടി പോലെ ഒരു സ്വോത്ര കാഴ്ചപ്പ പെട്ടി ഉണ്ടാക്കി വെച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി ഇരിക്കുക, കഞ്ഞിക്ക് വേണ്ടി പുസ്തകം എടുത്തുകൊണ്ട് ഇറങ്ങിയിരിക്കുക. സൂക്ഷിക്കുക, നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ എന്നുള്ളത് പാസ്റ്റർമാരെ സൂക്ഷിക്കുന്ന വിഷയത്തെക്കുറിച്ച് തന്നെയാണ് പൗലോസ് പറഞ്ഞത്. അല്ല, വേറെ ഒന്നുമല്ല. വഴിയെ പോകുന്ന നായൊന്നുമല്ല. ഹല്ലേലൂയ. ഛർദ്ദിച്ചത് തിരിച്ച് തിന്നുന്നതാണ് നായ. മനസ്സിലായോ? കുളിച്ചിട്ട് ചെളിയിൽ ഉരുന്നതാണ് പന്നി. പത്രോസിന്റെ ലേഖനം, 2-ാം ലേഖനം, അതിൻ്റെ അവസാന വേദഭാഗങ്ങൾ അത് പഠിക്കുന്നുണ്ട്. വേണമെങ്കിൽ വായിച്ച് പഠിച്ചോ, പറയാൻ സമയമില്ല. അതുകൊണ്ട് ഞാൻ ദിവസേന മരിക്കും. ഞാൻ ഫോസോസിൽ വെച്ച് മൃഗയുദ്ധം ചെയ്തത് ഒരു മാനുഷ്യമെന്ന് വരികിൽ എനിക്കെന്ത് പ്രയോജനം? മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ നാം തിന്നുക കുടിക്കുക, നാളെ ചാകുമല്ലോ. വഞ്ചിക്കപ്പെടരുത്. ദുർഭാഷണത്താൽ സദാചാരം വിട്ടുപോകുന്നു. 31-ാം വാക്യം വായിച്ചു. 34-ാം വാക്യം വായിച്ചാൽ 1 കൊരിന്ത്യർ 15:34. നീതിക്ക് നിർമ്മതരായി ഉണരുകയും. ഓ ദൈവമേ സ്തോത്രം! എത്ര മനോഹരമായൊരു വാക്യം. നീതിക്ക് നിർമ്മതരായി ഉണരുകയും, പാപം ചെയ്യാതിരിക്കുകയും. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി. ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനമില്ല. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലും എഫേസ്യ ലേഖനത്തിലെ പൗലൂസിൻ്റെ ഒരു പ്രാർത്ഥന, ആ വാക്കാണ് എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കേണ്ടതിന്. എഫേസ്യർ 1-ന്റെ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. എൻ്റെ 17-ാം വാക്യം. നിങ്ങളെ ഓർത്തും കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരണം. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ തരണമെന്ന് നമ്മൾ പ്രാർത്ഥിച്ചു നോക്കിയേ. ഹല്ലേലൂയ. ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. പാസ്റ്റർമാർ ആദ്യം ചെയ്യേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. യേശുവാരാണ്, പിതാവാരാണ്, പുത്രൻ പരിശുദ്ധാത്മാവ്, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പരിജ്ഞാനം പ്രാപിക്കണം. ആ വചനത്തിൻ്റെ പരിജ്ഞാനം പ്രാപിക്കണം. കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണം. പഴയ നിയമത്തിൽ മോശയിലൂടെ ദൈവം പറഞ്ഞ വചനത്തിൻ്റെ വെളിപ്പാടുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ വചനത്തിൻ്റെ പരിജ്ഞാനം ഉള്ളിൽ വരാതെ ചുമ്മാ കിടന്ന് അതും ഇതുമൊക്കെ പ്രസംഗിച്ചു കൂട്ടി ജനത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, നീതി ചെയ്ത് വിശുദ്ധീകരണം പ്രാപിച്ച് നിത്യതയിലേക്ക് പോകണമെന്ന് റോമർ 6-ാം അധ്യായം പഠിപ്പിക്കുന്നു. നീതിക്ക് നിർമ്മതരായി ഉണരുവീൻ, മതമില്ലാത്തവരായി, അഹങ്കാരമില്ലാത്തവരായി, ദൈവവചനം അനുസരിച്ച് ജീവിക്കുക, നീതി ചെയ്യുക, നീതി ചെയ്യാൻ ഉണരുക, പാപം ചെയ്യാതിരിക്കുക. ചിലർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല. ഇന്നത്തെ ക്രൈസ്തവ കോളത്തിൽ അനേകർക്ക് ദൈവത്തെക്കുറിച്ച് പരിജ്ഞാനമില്ല, ദൈവവചനത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ലജ്ജയ്ക്കായി പറയുന്നു. പൊതുസഭയിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇന്ന് അതേ ഉള്ളൂ. ഒരു ചെറിയ ഗ്രൂപ്പ്, ഒരു ചെറിയ ശേഷിപ്പ് പൗലോസ് പറയുന്നുണ്ട് എക്കാലത്തുമുണ്ട്. ആ ശേഷിപ്പിലായിക്കൊള്ളുവാൻ എൻ്റെ ഈ വചനം കേൾക്കുന്ന മാന്യ സഹോദരി സഹോദരന്മാരെ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ആഹ്വാനം ചെയ്യും. ചെറിയ ശേഷിപ്പുള്ളവരും കുഴപ്പമില്ല, വചനമനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വരവിനോട്ട് പോകാൻ ഒരുങ്ങുക. ഇനി 35 തൊട്ടുള്ള വേദഭാഗങ്ങൾ അടക്ക സമയത്ത് പ്രസംഗിക്കുന്നത്, മരണസമയത്ത് ശവം കൊണ്ട് വെച്ചിട്ടാണ് ഇതൊക്കെ വായിക്കുന്നത്. പക്ഷേ ഒരുവൻ മരിച്ചവൻ എങ്ങനെ ഉയർക്കുന്നു എന്ന് ഏതുവിധം ശരീരത്തോടെ വരുമെന്ന് ചോദിക്കും. കൂടാതെ നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ ഒരു മണി എത്രയും വിതയ്ക്കുന്നത്. ദൈവമോ അതിൻ്റെ ഇഷ്ടം പോലെ അതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസങ്ങൾ ഒരുപോലുള്ള മാംസമല്ല,
മനുഷ്യരുടെ മാംസം വേറെ, അതൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് തേജസ് തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു വന്ന് 41-ാം അധ്യായം പറഞ്ഞു നിർത്തിയിട്ട് അടുത്തത് 42 വരിക. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. ദ്രവിച്ചു പോകുന്ന ശരീരത്തിൻ്റെ അവസ്ഥയിലാണ് ഒരുത്തരെ കൊണ്ട് അടക്കുന്നത്. എന്നാൽ ഉയർക്കുമ്പോൾ ആ ദ്രവത്വം മാറി ഉയർപ്പിൻ ശരീരം യേശുക്രിസ്തുവിന് കിട്ടുന്ന ശരീരം കിട്ടുന്നു. പ്രിയമുള്ളവരെ, നാം ഇന്നതാകുന്നു ഇതിന് പ്രത്യക്ഷമല്ല, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് യേശുക്രിസ്തുവിന് കിട്ടിയിരിക്കുന്ന രൂപാന്തര ശരീരമാണ് നമുക്ക് കിട്ടുന്നതെന്ന് പൗലോസ് പഠിപ്പിക്കുക. 15:42 അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. മരിച്ച് ചീഞ്ഞളിഞ്ഞ് കിടക്കുമ്പോൾ അപമാനിക്കപ്പെട്ട അവസ്ഥയിലല്ലേ? ഈ ശവത്തിൻ്റെ അടുക്കൽ ഇരുന്നു കൊണ്ട് വലിയ കൂടിയ ജോയ് പെർഫ്യൂം, വലിയ വലിയ പെർഫ്യൂമൊക്കെ അടിക്കുന്നതിൻ്റെ കാര്യം എന്താ? പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു കേട്ട് ഞാനും ഞെട്ടിപ്പോയി. മൂക്കിൽ കൂടിയും ചെവി കൂടിയൊക്കെ രക്തം വരും, ദുർഗന്ധമാണ്. ആ മൂക്കിൽ കൂടിയും ചെവി കൂടി വരുന്ന രക്തത്തിൻ്റെ ആ സ്മെല്ലും ഈ അടിക്കുന്ന പെർഫ്യൂമിൻ്റെ സ്മെല്ലും കൂടി കൂട്ടിക്കുഴഞ്ഞൊരു സ്മെല്ലുണ്ട്. ചെന്നിക്കുത്തുണ്ടാകും ആ സ്മെല്ല് കേട്ട് കഴിയും. അതുകൊണ്ട് ആ മൂക്കിലൊക്കെ പഞ്ഞി വെച്ച് ഈ ഈ ഈ ബ്ലഡ് ഇങ്ങോട്ട് ഒഴുകി വരാതിരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നു, പിന്നീട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. മൂക്കിൽ കൊണ്ടുവന്ന് പഞ്ഞി കയറ്റി. പണ്ടൊരു അമ്മച്ചി കഞ്ഞി ചോദിച്ചു, അവസാനമായിട്ട് ഇച്ചിരി കഞ്ഞി കുടിക്കാൻ. കഞ്ഞി എടുക്കാനായിട്ട് താമസിച്ചു. ഫലിതം പറയണമെന്ന് ചിന്തിക്കല്ലേ. കഞ്ഞി എടുക്കാനായിട്ട് താമസിച്ചു കഴിഞ്ഞപ്പോൾ അമ്മച്ചി മരണത്തിന് കീഴ്പ്പെട്ടു. അപ്പോൾ കഞ്ഞിയും കൊണ്ടുവന്നപ്പോൾ അവിടെ ഇരുന്ന ഒരുത്തം പറഞ്ഞു ഇങ്ങനെ, അമ്മച്ചിക്ക് കഞ്ഞി വേണ്ട, 2 കഷ്ണം പഞ്ഞി മതി മൂക്കി വയ്ക്കാൻ. എന്ത് പറ്റി? ആള് പോയി. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂക്കിൽ പഞ്ഞി വെച്ചില്ലെങ്കിൽ മൂക്കിൽ കൂടി രക്തം വരും, ചെവിയിൽ പഞ്ഞി വെച്ചില്ലെങ്കിൽ ചെവിയിൽ കൂടി രക്തം വരും. ഈ ചെവിയിൽ കൂടി വരുന്ന രക്തവും മൂക്കിൽ കൂടി വരുന്ന രക്തവും ഈ പെർഫ്യൂമും എല്ലാം കൂടി ഒന്നിച്ച് ചേർന്നാൽ ഒരു വലിയ വിടക്ക് സ്മെല്ലാണ്. അത് നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇതിനിടയിൽ കയറി വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. സ്തോത്രം. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തുന്നു. ആ ശരീരം ഈ മൂക്കിക്കൂടിയും പഞ്ഞിക്കൂടിയും ഒക്കെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും മൂക്കിക്കൂടിയും പഞ്ഞിക്കൂടിയൊക്കെ രക്തം അപമാനിക്കപ്പെടുന്ന അവസ്ഥയല്ലേ? അങ്ങനെ കൊണ്ടുവന്ന് അടക്കുകയാണ്. പക്ഷേ തേജസ്സിൻ്റെ ശരീരം പ്രാപിച്ചാണ് ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. ഒരു മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ദൈവത്തിൻ്റെ ആത്മാവ് മരിച്ചു കഴിയുമ്പോൾ അതങ്ങ് പോവുക. പിന്നെ ഈ ശരീരം പ്രാകൃത ശരീരമാണ്, ദ്രവിച്ചു പോകുന്ന ശരീരമാണ്, ദുർഗന്ധം വമിക്കുന്ന ശരീരമാണ്. ഈ സിനിമാ നടന്മാരും നടിമാരൊക്കെ കുളിക്കാത്തങ്ങൾ പെർഫ്യൂം അടിച്ച് ഇങ്ങനെ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുളിക്കയില്ല, നനയ്ക്കയില്ല, പെർഫ്യൂമിൻ്റെ പുറത്താണ് നടപ്പ്. പെർഫ്യൂം അടിച്ചില്ലെങ്കിൽ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല ഇത്തിങ്ങളുടെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ശരീരത്തിന് വലിയ വിലയൊന്നും കൊടുക്കരുത്. ചിലർ പുട്ടിയിട്ടൊക്കെ തേച്ച് പിടിപ്പിച്ച് കറുപ്പിച്ച് ഒന്നും പറയണ്ട, എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന എനിക്കറിയാം. ഭാഷമാരുടെ മക്കൾ പോലും തലമുടി പഞ്ചവർണ്ണത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുക, ഭാഷ വലിയ ലോക ഉണർവ് പ്രാസിക്കുക. ഇതൊക്കെ ദൈവമക്കളാകുന്ന നമ്മളൊന്ന് ശ്രദ്ധിക്കണമേ. നിങ്ങളുടെ തലയ്ക്ക് അപമാനം വരുത്തുന്ന നിലയിൽ നിങ്ങളുടെ കുടുംബം ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. കഠിനമായി ശ്വാസിക്കണം. ഇന്നലെ കണ്ട് ഞാൻ പറഞ്ഞെന്ന് ഓർക്കുന്നു, ഏലി പുരോഹിതൻ പെടലി ഒടിഞ്ഞ് മരിക്കാനുള്ള കാരണം എന്താ? വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന മക്കളെ ശാസിച്ച് അമർച്ച ചെയ്യാൻ ആ പുരോഹിതന് കഴിഞ്ഞില്ല. പുരോഹിതൻ്റെയും മക്കളുടെയും ജീവിതം ഒരു ദുരന്ത കഥയായി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അഹരോന്റെ 2 മക്കൾ അഗ്നിക്കിരയാനുള്ള കാരണം എന്താ? തങ്ങളോട് കൽപ്പിച്ചിട്ടല്ലാത്ത യാഗം നടത്താൻ ശ്രമിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവാൻ കർത്താവ് പറഞ്ഞു. നമ്മളോട് കൽപ്പിക്കാത്തതും നമ്മളോട് പറയാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുന്ന കർത്താവ് പറഞ്ഞു. അത് ചെയ്താൽ മതി, എൻ്റെ അപ്പുറം കയറി ആരും ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അഹരോന്റെ പുത്രന്മാരെ പോലെ അന്യാഗ്നി കത്തിക്കുന്നവരായി മാറും.
അവരാക്ഷരികമായി ചത്തു, ഇവിടെ ആത്മീയമായി ചത്തു. അത് തന്നെയാണ്. അതുകൊണ്ട് 16 ഏവ്യ 16 1, 2, 3 പറയുന്നുണ്ട്, നിന്റെ മക്കൾ മരിച്ചു പോയത് കൊണ്ട്, അഹരോന്റെ മക്കൾ രണ്ടുപേരും തീ വിഴുങ്ങിയത് കൊണ്ട് നീയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി കൃപാസനത്തിൻ്റെ അടുത്തൊന്നും വരരുത്. മോശയോട് പറയാൻ പറഞ്ഞു. ഇന്നത്തെ മോശമാരോടും അവരുടെ മക്കളോടും എനിക്ക് പറയാനുള്ളത്, അന്യാഗ്നി കത്തിക്കരുത്. ബാംഗ്ലൂർ കുറേ അന്യാഗ്നി കത്തിച്ചവരുണ്ടായിരുന്നു, പൊടി പോലും കാണാനില്ല. ഇന്നലെ ഒരു സഹോദരൻ പറഞ്ഞ് അന്യാഗ്നി കത്തിച്ച് കോടികളുണ്ടാക്കി സുഖിച്ചുകൊണ്ടിരിക്കുക. സുഖിച്ചോ? ലൂക്കോസ് 16 കിടക്കുന്ന ഒരുത്തിൻ്റെ അടുക്കൽ നിങ്ങളും പോയി കിടക്കും. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. പ്രിയമുള്ളവരെ, പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർത്തുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. വലിയ പഠനമാണിതൊക്കെ. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒന്നാം മനുഷ്യൻ ആദാമിനെ കുറിച്ച് പറയുക, ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. ഒടുക്കത്തെ ആദാം എന്നിവിടെ പറയുന്നത് യേശു കർത്താവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ഒന്നാമത് ഏതാ? പ്രാകൃത മനുഷ്യൻ, നമ്മുടെ ഇപ്പോഴത്തുള്ള ഈ ശരീരം അല്ലേ? ആത്മീയമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. ഇത് മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന രൂപാന്തര ശരീരമാണ് ആത്മീക ശരീരം. അതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. സ്തോത്രം സ്തോത്രം സ്തോത്രം.